ഓസ്ട്രേലിയയിൽ സംഘടിപ്പിക്കാനിരിക്കുന്ന മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലിന്റെ മെഗാ സ്റ്റേജ് ഷോ വിസ തടസ്സങ്ങളെ തുടർന്ന് മാറ്റിവെച്ചു. ഓസ്ട്രേലിയൻ സർക്കാരിന്റെ കടുത്ത വിസ നിയന്ത്രണങ്ങൾ കാരണം നിശ്ചിത സമയത്തിനുള്ളിൽ വിസ ലഭിക്കാത്തതിനെ തുടർന്നാണ് സിഡ്നിയിലെ ഷോ മാറ്റിവെക്കേണ്ടി വന്നത്. ഇതോടെ സിംഗപ്പൂരിൽ നിന്നുള്ള യാത്രയ്ക്ക് ശേഷം മോഹൻലാൽ ഓസ്ട്രേലിയയ്ക്ക് പകരം ന്യൂസിലൻഡിലേക്ക് തിരിച്ചു. ഓസ്ട്രേലിയയിൽ ഷോ മുടങ്ങിയതിലുള്ള കടുത്ത നിരാശയും സങ്കടവും മോഹൻലാൽ പ്രകടമാക്കിയിട്ടുണ്ട്. ഏറെ നാളത്തെ തയ്യാറെടുപ്പുകൾക്കും പ്രതീക്ഷകൾക്കും ശേഷം നടക്കേണ്ടിയിരുന്ന പരിപാടി അവസാന നിമിഷം മുടങ്ങിയതിൽ ഓസ്ട്രേലിയയിലെ മലയാളി ആരാധകരോട് താരം ഔദ്യോഗികമായി ഖേദപ്രകടനം നടത്തി. സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിച്ച് ഉടൻ തന്നെ പുതിയ തീയതിയിൽ ഓസ്ട്രേലിയയിൽ എത്തുമെന്ന് മോഹൻലാൽ ഉറപ്പു നൽകി. അതേസമയം ഷോയിൽ പങ്കെടുക്കാനായി പ്രശസ്ത പിന്നണി ഗായിക KS ചിത്ര, നടൻ മനോജ് K ജെയിൻ എന്നിവർ ഉൾപ്പെടെയുള്ള മറ്റ് പ്രമുഖ കലാകാരന്മാർ മുൻപേ തന്നെ സിഡ്നിയിൽ എത്തിച്ചേർന്നിരുന്നു. മോഹൻലാലിന് കൃത്യസമയത്ത് വിസ ക്ലിയറൻസ് ലഭിക്കാതിരുന്നതോടെ സംഘാടകരും സഹപ്രവർത്തകരും വലിയ പ്രതിസന്ധിയിലാണ് അകപ്പെട്ടത്. വലിയ രീതിയിലുള്ള ടിക്കറ്റ് വിൽപ്പനയും പ്രചരണവും നടന്ന പരിപാടിയായിരുന്നു ഇത്. ഓസ്ട്രേലിയയിൽ സന്ദർശക വിസകളും ആർട്ടിസ്റ്റ് വിസകളും അനുവദിക്കുന്നതിൽ സമീപകാലത്തായി ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങളും പരിശോധനകളുമാണ് ലാലേട്ടന്റെ വിസ വൈകാൻ കാരണമായതെന്നാണ് വിവരം. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ആവശ്യമായി വന്നതോടെ നിശ്ചിത തീയതിയിൽ പരിപാടി നടത്താൻ കഴിയാത്ത അവസ്ഥ വന്നിരിക്കുകയാണ്. എന്നാൽ ഓസ്ട്രേലിയൻ ഷോ മാറ്റിവെച്ചെങ്കിലും മോഹൻലാൽ ഷോയുടെ മറ്റ് വിദേശ പര്യടനങ്ങൾക്ക് തടസ്സമില്ല. സിംഗപ്പൂരിലെ വിജയകരമായ പരിപാടികൾക്ക് ശേഷം മോഹൻലാൽ നേരിട്ട് ന്യൂസിലൻഡിലേക്ക് തിരിച്ചു. ന്യൂസിലൻഡിൽ നിശ്ചയിച്ചിട്ടുള്ള സ്റ്റേജ് ഷോകൾ കൃത്യസമയത്ത് തന്നെ തുടരുമെന്ന് സംഘാടക സമിതി അറിയിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് പ്രവാസി മലയാളികളാണ് സിഡ്നിയിലെ മോഹൻലാൽ ഷോ കാണാനായി ടിക്കറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത് കാത്തിരുന്നത്. ലാലേട്ടന്റെ സാന്നിധ്യവും KS ചിത്രയുടെ ഗാനമേളയും മനോജ് K ജെയിന്റെ പ്രകടനങ്ങളും ഉൾപ്പെടുന്ന വമ്പൻ കലാസന്ധ്യ കാണാൻ കാത്തിരുന്ന ആരാധകർക്ക് പരിപാടി മാറ്റിവെച്ച വാർത്ത വലിയ നിരാശയാണ് സമ്മാനിച്ചത്. എങ്കിലും ഓസ്ട്രേലിയയിലെ ആരാധകരെ നിരാശരാക്കില്ലെന്നും പുതിയ വിസ ലഭിക്കുന്ന മുറയ്ക്ക് സിഡ്നിയിലെ ഷോ കൂടുതൽ ഗംഭീരമായി പുനഃസംഘടിപ്പിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ടിക്കറ്റുകൾ എടുത്തവർക്ക് തീയതി പുതുക്കി നൽകുകയോ തുക തിരികെ നൽകുകയോ ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മോഹൻലാൽ തത്സമയം വേദിയിലെത്തുന്ന അപൂർവ നിമിഷങ്ങൾക്കായി ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സിഡ്നിയിലെ മലയാളി കൂട്ടായ്മകൾ വിസ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കപ്പെട്ട് താരം എത്രയും വേഗം ഓസ്ട്രേലിയയിൽ എത്തുമെന്ന പ്രതീക്ഷയിലാണ്. പ്രവാസി മലയാളികളുടെ കൂട്ടായ്മകൾ ഇതിനായി എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പ്രതിസന്ധികൾക്കിടയിലും ന്യൂസിലൻഡിലെ പരിപാടികൾക്കായി ആവേശത്തോടെയാണ് മോഹൻലാലും സംഘവും മുന്നോട്ടു പോകുന്നത്. ന്യൂസിലൻഡിലെ കാണികൾക്കായി മികച്ച ദൃശ്യ ശ്രവ്യ വിരുന്ന് ഒരുക്കാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകളിലാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ. ഓസ്ട്രേലിയൻ വിസ ലഭിക്കുന്നതിലെ തടസ്സങ്ങൾ പരിഹരിക്കാൻ എംബസി തലത്തിൽ ബന്ധപ്പെട്ടവർ ശ്രമങ്ങൾ തുടരുകയാണ്. വരും ദിവസങ്ങളിൽ തന്നെ ഓസ്ട്രേലിയൻ ഷോയുടെ പുതുക്കിയ തീയതികൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും എന്നാണ് അറിയുന്നത്. എന്തായാലും അടുത്ത കാലത്തായി ഓസ്ട്രേലിയയ്ക്ക് വിസ ലഭിക്കുന്നതിന് ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മോഹൻലാൽ ഷോയുടെ ഏറ്റവും പുതുക്കിയ തീയതികൾ ഉടൻ തന്നെ പ്രഖ്യാപിക്കും.